ഹലോ അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറിനൊപ്പം സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളതും അതുപോലെ വൈകുന്നേരങ്ങളിൽ ചായയോടൊപ്പം കുറിക്കാൻ പറ്റിയിട്ടുള്ളതുമായ ഒരു ചക്കക്കുരു ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ട് രണ്ടായി മുറിച്ചിട്ട് കുറച്ച് ഉപ്പും 2 പച്ചമുളകും ഇട്ട് കുക്കറിൽ 2 വിസിൽ വരുന്നത് വരെ ഒരല്പം വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. 2 വിസിൽ കേൾക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടും. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിന് കുറച്ച് മസാല ഒന്ന് തയ്യാറാക്കണം. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്കിനി അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ ചക്കക്കുരു വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാവൂ. ഇതിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അഥവാ സോഫ്റ്റായിട്ടിരിക്കുന്ന ചക്കക്കുരുവാണ് ഇഷ്ടമെങ്കിൽ മൈദപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഈ പൊടികളെല്ലാം ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് നല്ലതുപോലെ മിക്സ് ആക്കിയെടുത്തതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു അതേപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലൊരല്പം മാത്രം വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാതെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ബട്ടണിലൊന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. ചക്കക്കുരു വേവിക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം കുറച്ച് മാത്രമേ ഒഴിച്ച് വേവിക്കാവുള്ളേ. അഥവാ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ വെള്ളം ചക്കക്കുരുവിൽ നിന്ന് വാർന്ന് കളഞ്ഞിട്ടേ ചക്കക്കുരു എടുക്കാവുള്ളേ. കുറച്ച് പൊടി കൂടി ഇതിലേക്ക് മിക്സ് ആവാനുള്ളത് കൊണ്ട് തന്നെ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, മസാലയൊക്കെ നല്ലതുപോലെ ഇതിൽ കോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നേരെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ അടുപ്പിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിലിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്കും അല്പം ഒന്ന് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഒന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നാടൻ സാധനങ്ങളൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ പിന്നീട് നമ്മൾ എന്താണോ ഫ്രൈ ചെയ്യുന്നത് അതിലും ഈ കറിവേപ്പിലയുടെ നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇപ്പോൾ കറിവേപ്പില ഞാൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല പുരട്ടി വെച്ച് നമ്മുടെ ചക്കക്കുരു ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടിക്കോളും. 3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ ചേഞ്ച് ആയിട്ട് നല്ല ഫ്രൈ ആയി വരുന്നത് കാണാം. ഈ സമയം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി കുറച്ചുകൂടി ബാലൻസ് ഉണ്ട്, അതും കൂടി ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ടൊന്ന് വറുത്ത് കോരട്ടെ. ഇതിപ്പോൾ ഞാൻ നല്ല ക്രിസ്പി ആയിട്ടാണ് വറുത്ത് കോരി എടുത്തിട്ടുള്ളത്. ഇനി മൈദപ്പൊടി മാത്രം ചേർത്തിട്ടാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോറിനൊപ്പമുള്ള സൈഡ് ഡിഷായിട്ടും കഴിക്കാവുന്നതാണ്. വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കുക, അതുപോലെ വൈകുന്നേരങ്ങളിൽ ചായയോടൊപ്പം സ്നാക്കായിട്ടും കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഇതിനു മുമ്പ് ഞാൻ ചക്കയും സോയാ ചങ്ക്സും ചേർത്തിട്ടൊരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. ഇതുവരെ ഇതുപോലെ നിങ്ങൾ ചെയ്ത് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.